ഇക്കുറി കിലിയൻ എംബാപ്പെ, ലാമിനെ യമാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർ ലക്ഷ്യമിടുന്നത് രണ്ടാം നേഷൻസ് ലീഗ് കിരീടമാണ്. എന്നാൽ കോച്ച് ജൂലിയൻ നാഗൽസ്മാന് കീഴിൽ കന്നിക്കിരീടം തേടിയാണ് ആതിഥേയരായ ജർമ്മനി ഇത്തവണ ബൂട്ട് കെട്ടിയിറങ്ങുന്നത്. 2019 മുതൽ ആരംഭിച്ച യൂറോപ്പിൽ 2 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന യുവേഫ നേഷൻസ് ലീഗിലെ സെമി ഫൈനൽ, ഫൈനൽ പോരാട്ടങ്ങൾക്ക് കാത്തിരിപ്പിലാണ് കാൽപന്ത് ലോകം. ടൂർണമെന്റിൽ ഇനി ശേഷിക്കുന്നത് 4 നിർണായക മത്സരങ്ങൾ മാത്രമാണ്. 16 ടീമുകളായി തുടങ്ങിയ 2024-25 സീസണിൽ ഇനി കിരീട പോരാട്ടത്തിൽ പരസ്പരം പോരടിക്കുന്നത് 4 ടീമുകൾ മാത്രമാണ്. ലോക ഫുട്ബോളിലെ തന്നെ 4 കാളക്കൂറ്റന്മാർ കൊമ്പുകോർക്കാനിരിക്കെ അത്യന്തം ആകാംക്ഷയോടെ തീപാറും പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്ത്യൻ സമയം ജൂൺ 5 രാത്രി 12:30 നടക്കുന്ന സെമി പോരാട്ടത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ടെർ സ്റ്റീഗന്റെ ജർമ്മനിയുമാണ് ഏറ്റുമുട്ടുക. മ്യൂണിച്ചിലെ അലയൻസ് അരീനയിലാണ് സൂപ്പർ പോരാട്ടം നടക്കുക. രണ്ടാം മത്സരം ജൂൺ 6 രാത്രി 12:30 ജർമ്മനിയിലെ സ്റ്റഡ്ഗാർഡിന്റെ ഹോം ഗ്രൗണ്ടായ MHP അരീനയിൽ വെച്ചാണ് അരങ്ങേറുക. കിലിയൻ എംബാപ്പെ നയിക്കുന്ന ഫ്രാൻസും വണ്ടർ കിഡ് ലാമിനെ യമാലിന്റെ ചുറുചുറുക്കിനൊപ്പം ചൂടുവെക്കുന്ന സ്പെയിനുമാണ് രണ്ടാം സെമിയിൽ ഏറ്റുമുട്ടുക. ജൂൺ 7 വൈകിട്ട് 6:30 മൂന്നാം സ്ഥാനക്കാരെ നിശ്ചയിക്കാനുള്ള പോരാട്ടം. ജൂൺ 8 രാത്രി 12:30 കലാശ പോരാട്ടം. ഇന്ത്യയിൽ സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് നേഷൻസ് ലീഗിന്റെ ആവേശം ടെലിവിഷനിലൂടെ കാണികളുടെ മുന്നിലെത്തിക്കുന്നത്. 2019 പോർച്ചുഗലിലെ പോർട്ടോയിൽ വെച്ച് നടന്ന യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ കരുത്തരായ നെതർലൻഡ്സിനെ ഏകപക്ഷീയമായ 1 ഗോളിന് വീഴ്ത്തി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ജേതാക്കളായിരുന്നു. 60-ാം മിനിറ്റിൽ ഗോൺസാലോ ഗെഡസിന്റെ ഷോട്ട് നെതർലൻഡ് ഗോൾ കീപ്പർ ജാസ്പർ സിലസിന്റെ വിരലുകളിലുരുമി വലയിലേക്ക് വീണതോടെ ആതിഥേയരായ പോർച്ചുഗൽ മുന്നിലെത്തി. ഈ ഗോളിന്റെ കരുത്തിൽ പ്രഥമ യുവേഫ നേഷൻസ് ലീഗ് ചാമ്പ്യന്മാരായി പറങ്കിപ്പടമാറി. 3 ഗോളുകളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് നേടിയത്. ബെർണാഡോ സിൽവ ടൂർണമെന്റിന്റെ താരവുമായി. സ്വന്തം കാണികൾക്ക് മുന്നിൽ ഈ കിരീടം നേടാനായത് വലിയ ബഹുമതിയായാണ് കാണുന്നത് എന്നാണ് ക്രിസ്ത്യാനോ അന്ന് മത്സരശേഷം പറഞ്ഞത്. പിന്നീട് 2021 മിലാനിൽ വെച്ച് നടന്ന ഫൈനലിൽ കരുത്തരായ സ്പാനിഷ് പടയെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തി ഫ്രാൻസ് കിരീടത്തിൽ മുത്തമിട്ടു. 2023 റോട്ടർഡാമിൽ വെച്ച് നടന്ന നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിന് പരമാവധി വെല്ലുവിളി ഉയർത്തിയാണ് ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ തോൽവി സമ്മതിച്ചത്. നിശ്ചിത സമയത്ത് ക്രൊയേഷ്യയും സ്പെയിനും ഗോൾ രഹിത സമനില പാലിച്ചതോടെ മത്സരം അധിക സമയത്തേക്കും പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഷൂട്ടൌട്ടിൽ 5-4 ജയം നേടി സ്പാനിഷ് ടീം ചാമ്പ്യന്മാരായി. കളിച്ച 8-ൽ 7 മത്സരങ്ങളിലും തോൽവിയറിയാതെയാണ് പറങ്കിപ്പട അവസാന 4ലേക്ക് എത്തുന്നത്. 5 ജയവും 2 സമനിലയും 1 തോൽവിയുമാണ് പോർച്ചുഗലിന്റെ സമ്പാദ്യം. 18 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 8 വഴങ്ങുകയും ചെയ്തു. റോബർട്ടോ മാർട്ടിനസിന് കീഴിൽ മികച്ച ഫോമിലാണ് പോർച്ചുഗൽ എത്തുന്നത്. കരുത്തരായ ഡെൻമാർക്കിനോട് ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യ പാദത്തിൽ 1-0 ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയെങ്കിലും പറങ്കിപ്പട രണ്ടാം പാദത്തിൽ 5-2 വ്യത്യാസത്തിൽ സെമിയിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് കണ്ടത്. ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന പോർച്ചുഗീസ് ടീമിനും ആഴമേറെയാണ്. 2024-25 സീസണിൽ കളിച്ച 7 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 1 അസിസ്റ്റും അടക്കം ഗോൾ വേട്ടയിൽ മുന്നിലാണ് റൊണാൾഡോ. ഇതുവരെ ടൂർണമെന്റിലാകെ 30 ഗോൾ അറ്റംപ്റ്റുകളാണ് ഈ 40-കാരൻ നടത്തിയിട്ടുള്ളത്. 219 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് 136 ഗോളുകൾ സ്വന്തമായുള്ള CR7 ആണ് നിലവിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ടോപ്പ് സ്കോറർ. ഡിയോഗോ ജോട്ടയും റാഫേൽ ലിയോയും ജോവോ ഫെലിക്സും ഗോൺസാലോ റാമോസും എല്ലാം ചേരുന്ന പറങ്കിപ്പടയ്ക്ക് ഗോളടി മികവിന് കുറവൊട്ടുമില്ല. ക്രിസ്ത്യാനോ തന്നെയാണ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. 30-നോടടുത്ത് പ്രായമുള്ള പരിചയസമ്പന്നനായ ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും റൂബൻ നെവസും അണിനിരക്കുന്ന മിഡ്ഫീൽഡ് നിര ലോക നിലവാരമുള്ളതാണ്. മിഡ്ഫീൽഡ് നിയന്ത്രിക്കാൻ അവർക്ക് പിന്തുണമായി ജോവോ നെവസ്, ജോവോ പലീഞ്ഞ, പെഡ്രോ ഗോൺസാൽവസ്, വിറ്റീഞ്ഞ എന്നിവരുമെത്തും. അതേസമയം പ്രതിരോധത്തിൽ അന്റോണിയോ സിൽവ, ഡിയാഗോ ഡലോറ്റ്, ഗോൺസാലോ ഇനാസിയ, നെൽസൺ സെമഡോ, ന്യൂനോ മെൻഡസ്, ന്യൂനോ തവാരസ്, റെനാറ്റോ വി, റൂബൻ ഡിയാസ് തുടങ്ങിയ വമ്പൻ പേരുകാരും അണിനിരക്കുന്നു. ഡിയേഗോ കോസ്റ്റ, ജോസെ സാ, റൂയി സിൽവ എന്നീ ഗോൾ കീപ്പർമാരിൽ പതിവ് പോലെ തന്നെ ഡിയേഗോ കോസ്റ്റ തന്നെയാകും ഗോൾ വലകാക്കുക. ലൂയിസ് ഡി ഫ്യൂണ്ടെ എന്ന പരിശീലകന് കീഴിൽ മികച്ച ഫോമിലാണ് സ്പാനിഷ് പടയുള്ളത്. എക്കാലത്തും പ്രതിരോധവും ആക്രമണവും ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തിയാണ് സ്പാനിഷ് ആർമി കളത്തിലെത്താറുള്ളത്. ഇക്കുറിയും യുവത്വത്തിനും പരിചയസമ്പത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ടീമിനെയാണ് സ്പെയിൻ കളത്തിലിറക്കിയത്. 32-കാരനായ അൽവാരോ മൊറാട്ടയും 31-കാരൻ അയോസോ പെരസുമാണ് ടീമിലെ സീനിയേഴ്സ്. മറ്റുള്ളവരെല്ലാം 30-ലും അതിന് താഴെയുമൊക്കെ പ്രായമുള്ളവരാണ്.
17-കാരനായ ലാമിൻ യമാൽ, 21-കാരൻ സാമു, 25-കാരൻ ഫെറാൻ ടോറസ്, 27-കാരൻ ഡാനി ഓൾമോ എന്നിവരെല്ലാം കൂടിയാകുന്നതോടെ ചെമ്പട എത്തുന്നത് പതിവ് പോലെ കിരീടത്തിൽ കണ്ണുവച്ചാണ്. വല്യേട്ടന്മാരായ ഫാബിയൻ റൂയിസും മൈക്കൽ ഒബർസയാലും മൈക്കൽ മെറീനോയും നയിക്കുന്ന മധ്യനിരയിലേക്ക് ചെറുപ്പക്കാരനായ പെഡ്രിയും നിക്കോ വില്യംസും കൂടി എത്തുന്നതോടെ ടീമിന് മൂർച്ചയേറും. പൗ ഗുബാർസിയും മാർക്ക് കുക്കുറലയും റൗൾ അസൻസിയോയും ചേരുന്ന പ്രതിരോധ മതിലും അതിശക്തമാണ്. സ്പാനിഷ് ഗോൾ വലയ്ക്ക് കീഴെ ഉരുക്കുമുഷ്ടികളുമായി ഡേവിഡ് റായും അലക്സ് റെമീറോയും വലകാക്കാനുണ്ട്. 2024 യൂറോ ചാമ്പ്യന്മാർ മികച്ച ഫോമിലാണ്. നേഷൻസ് ലീഗിൽ കളിച്ച കഴിഞ്ഞ 8 മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് ചെമ്പടയുടെ വരവ്. 5 ജയവും 3 സമനിലയുമാണ് സ്പെയിനിന്റെ സമ്പാദ്യം. 18 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 9 എണ്ണം മാത്രമാണ് വഴങ്ങിയത്. 3 ക്ലീൻ ഷീറ്റുകളും നേടാനായിട്ടുണ്ട്. സ്പെയിനെതിരായ യുവേഫ നേഷൻസ് ലീഗ് സെമിഫൈനൽ പോരാട്ടത്തിനുള്ള 25-അംഗ ഫ്രഞ്ച് ടീമിനെ കോച്ച് ദിദിയർ ദഷാംസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. റയൽ മാഡ്രിഡ് താരങ്ങളായ കിലിയൻ എംബാപ്പയും ഔറേലിയൻ ചൗമേനിയും ടീമിലിടം നേടിയിട്ടുണ്ട്. ദഷാംസിന്റെ മിഡ്ഫീൽഡ് റൊട്ടേഷനിൽ ചൗമേനി ഇപ്പോഴും സുപ്രധാന താരമാണ്. ടീമിന്റെ ക്യാപ്റ്റനും സ്ട്രൈക്കറുമായ എംബാപ്പയുടെ ഗോളടി മികവ് നേഷൻസ് ലീഗിലും തുടരുമെന്ന പ്രത്യാശയിലാണ് ഫ്രഞ്ച് ക്യാമ്പ്. കളിച്ച 8-ൽ 5 ജയവും 1 സമനിലയും 2 തോൽവികളും സഹിതമാണ് അവസാന 4ലേക്ക് ഫ്രാൻസ് എത്തുന്നത്. ടൂർണമെന്റിൽ ഇതേവരെ 14 ഗോളുകൾ വഴങ്ങിയ മുൻ ലോക ചാമ്പ്യന്മാർ 8 ഗോളുകൾ വഴങ്ങുകയും ചെയ്തു. 3 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റുകളും നേടി. PSG താരങ്ങളായ ഔസ്മാൻ ഡെംബലെ, ഡെസിരെ ഡൗ, ബ്രാഡ്ലി ബാർക്കോള എന്നിവരോടൊപ്പം റാൻഡൽ കോലോ മുവാനി, മൈക്കൽ ഒലീസ്, മാർക്കസ് തുറാം, റയാൻ ചെർക്കി എന്നിവരും മുന്നേറ്റ നിരയിൽ ആക്രമണത്തിന് കൊപ്പുകൂട്ടും. ചൗമേനിക്ക് പുറമെ മധ്യനിരയിൽ കളിമണിയാൻ പ്രാപ്തരായ മാറ്റോ ഗെൻഡൂസി, മനു കോനെ, അഡ്രിയൻ റാബിയോട്ട്, വാറൻ സൈർ എമറി എന്നിവരുണ്ട്. AC മിലാൻ ഗോൾ കീപ്പറായ മൈക്ക് മൈഗ്നാൻ, ലില്ലയുടെ ലൂക്കാസ് ഷെവലിയർ, റെന്നസിന്റെ ബ്രൈസ് സാംബ എന്നിവരും ഗോൾ വലകാക്കാനുണ്ട്. പ്രതിരോധ കോട്ട കെട്ടാൻ ഇബ്രാഹിമെ കൊണാറ്റെ, ബെഞ്ചമിൻ പവാർഡ്, തിയോ ഹെർണാണ്ടസ്, ലൂക്കാസ് ഹെർണാണ്ടസ്, ക്ലെമൻ ലെങ്ലൈറ്റ്, പിയറി കലൂലു തുടങ്ങിയ പ്രമുഖരുമുണ്ട്. കോച്ച് ജൂലിയൻ നാഗൽസ്മാന് കീഴിൽ ഒരുപിടി ന്യൂ ജനറേഷൻ താരങ്ങളുമായാണ് ആതിഥേയരായ ജർമ്മനി നേഷൻസ് ലീഗ് സെമിഫൈനലിൽ പോർച്ചുഗലിനെ നേടാനെത്തുന്നത്. കഴിഞ്ഞ 3 തവണയും കയ്യെത്തിപ്പിടിക്കാനാകാത്ത നേഷൻസ് ലീഗ് കിരീടത്തിൽ ആദ്യമായി മുത്തമിടാൻ ഉറപ്പിച്ചാണ് അവരുടെ വരവ്. നേഷൻസ് ലീഗിൽ കന്നി കിരീടം തേടിയിറങ്ങുമ്പോൾ പരിക്കാണ് ജർമ്മനിയെ വിഷമിപ്പിക്കുന്നത്. ഈ സീസണിൽ കളിച്ച 8 മാച്ചിൽ 5 ജയവും 3 സമനിലയുമായി തോൽവി അറിയാതെയാണ് ജർമ്മൻ യുവനിരയുടെ വരവ്. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 23 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ 8 എണ്ണം മാത്രമാണ് തിരികെ വഴങ്ങിയത്. 3 ക്ലീൻ ഷീറ്റുകൾ നേടാനായി. ഹാംസ്ട്രിങ് ഇഞ്ചുറിക്ക് ശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞിരിക്കുന്ന കൈ ഹാവേർട്സും പരിക്കേറ്റ ജമാൽ മുസിയാല, അന്റോണിയോ റൂഡിഗർ, ടിം ക്ലീൻഡിയൻസ്, നിക്കോ ഷ്ലോട്ടർബെക്ക് എന്നിവരില്ലാതെയാണ് ജർമ്മനി സെമിഫൈനൽ കളിക്കാനെത്തുന്നത്. പകരക്കാരനായി ഫ്ലോറിയൻ വിഡ്സ്, വാൾഡമർ ആൻഡൻ, അലക്സാണ്ടർ പാവ്ലോവിച്ച്, നിക്ലാസ് ഫ്യുവൽക്രഗ് എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സ്റ്റഡ്ഗാർഡ് സ്ട്രൈക്കർ നിക് വോൾട്ടമേഡ്, ബയൺ മ്യൂണിക് മിഡ്ഫീൽഡർ ടോം ബിഷപ്പ് എന്നിവരെയും ടീമിലെത്തിച്ച് ടീമിനെ ആകെ അഴിച്ചു പണിഞ്ഞിട്ടുമുണ്ട്. മ്യൂണിക്കിൽ ഫൈനൽ കളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ് കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ പറയുന്നത്. ടിം ക്ലൈൻഡിയൻസ്റ്റിന്റെ അഭാവത്തിൽ മുന്നേറ്റ നിരയിൽ നിക് വോൾട്ടമേഡ് തന്നെ നല്ലൊരു ഓപ്ഷനാണ്. കഴിവിന്റെ പരമാവധി നന്നായി കളിക്കാനായാൽ നമുക്ക് പോർച്ചുഗലിനെ തോൽപ്പിക്കാൻ കഴിയും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഫൈനലിൽ എത്താൻ സാധ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യും എന്നാണ് ജർമ്മൻ കോച്ചിന്റെ വിലയിരുത്തൽ. 2014 ജർമ്മനി അവസാനമായി ലോകകപ്പ് നേടിയത്. അവർ കഴിഞ്ഞ 2 ലോകകപ്പുകളിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി നാണം കെട്ടിരുന്നു. 2023 സെപ്റ്റംബറിലാണ് ജൂലിയൻ നാഗൽസ്മാൻ കോച്ചായി ചുമതലയേറ്റത്. പിന്നാലെ ജർമ്മനിയെ സ്വന്തം മണ്ണിൽ വെച്ച് കിടന്ന 2024 യൂറോ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ നേഷൻസ് ലീഗ് സെമിഫൈനൽ യോഗ്യതയും ജർമ്മനി നേടിക്കഴിഞ്ഞു. മുൻ ബയൺ മ്യൂണിക് പരിശീലകമായി 2028 വരെ ജർമ്മൻ ടീം കരാർ നീട്ടിയിട്ടുണ്ട്.